പരമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മത്തായി ശ്ലീഹ പറയും കിങ്ഡം വാല്യൂസ്, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം? മറ്റ് ഗ്രന്ഥം എന്ന് ഈ തിരുമേനിമാരെ സഹായിക്കാനാണ് നമ്മൾ അൽമായര്. കാരണം തിരുമേനിക്ക് അത് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഇപ്പൊ കേട്ട നിങ്ങൾക്കും മനസ്സിലായി. മറ്റ് ഗ്രന്ഥം എന്ന് അതേ ഉദ്ദേശിക്കുന്ന 34 ഭരണഘടനയാണ്, കൈപ്പുസ്തകമാണ്. ഇദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വിശുദ്ധ ബൈബിളിനേക്കാളും പ്രാധാന്യം 34 ഭരണഘടനയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ സിനോപ്സിസിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രദ്ധിക്കുക. സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗം തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ ദുരന്തമൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക കൽപ്പിച്ചു തന്നിട്ടുള്ള 34 ഭരണഘടന, 2017 സുപ്രീം കോടതി വിധി, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ തിരുമേനിച്ചു പറയാണ് അതൊന്നും ശരിയല്ല, സുവിശേഷം അനുസരിക്കണം. ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളെ വിസ്തരിക്കുവാനായിട്ട് പോകുമ്പോ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം. അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞിരിക്കും. ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണും. എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ? കിങ്ഡം വാല്യൂസ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റുള്ള വിറ്റ്നസ് എന്താണ് നമ്മൾ നേടിയത്. 100 വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു. സഹദാമാരുടെ ജീവിതത്തിന് 21-ാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിനെ ഗുഡ് ന്യൂസ്, സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് സാക്ഷിയാകാൻ വേണ്ടിയ മൂല്യങ്ങളെയാണ് യഥാർത്ഥ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് ബോധമുണ്ടാകുന്നത്. നമുക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇന്ത്യൻ ഓർത്തഡോക്സ് ആർക്ക് ബോധമില്ല എന്ന് ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഒരു മെത്രാച്ചൻ പറയുകയാണ്. ഒരു പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ്. കണ്ടോ? അപ്പൊ അദ്ദേഹം ഈ ആശയങ്ങൾ സുന്നതോസിൽ പറഞ്ഞിട്ടുണ്ടെന്നും അതെല്ലാം ബദിരകർണങ്ങളിലാണ് പതിച്ചതെന്നും വനരോധനമായി തീരുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് സുന്നതോസിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മനസ്സിലായില്ലേ? ഈ സുന്നതോസിൽ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതല്ലേ? സുന്നതോസിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അതാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം. കണ്ടോ? സാധാരണക്കാർക്ക് മനസ്സിലായല്ലോ. മെത്രാന്മാർക്ക് പിടികിട്ടുന്നില്ല. മെത്രാന്മാരോട് പറഞ്ഞു, എരുമയുടെ വേണ്ടാത്ത സ്ഥലത്ത് അമരകോശം വായിച്ച് ഏൽപ്പിച്ചോലായിപ്പോയി. ഒന്നും പിടികിട്ടിയില്ല. എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളമനാടും ഉണ്ട് 3 പള്ളികൾ യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ അടൂർ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. അപ്പൊ ഇതാണ്